നമസ്കാരം. ക്രിപ്റ്റോ കറൻസി ഇടപാടിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി ആരോപണം നേരിടുന്ന UK മലയാളിയോട് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാൻ കോട്ടയം സെഷൻസ് കോടതി ഉത്തരവിട്ടു. എറണാകുളം എളംകുളം സ്വദേശിയും UK നോർത്താംപ്ടൺ താമസക്കാരനുമായ സുഭാഷ് ജോർജ് മാനുവലിനോടാണ് കോടതി ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇയാൾ നിലവിൽ UK-യിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. സുഭാഷ് ജോർജ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പ്രതിയെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന നിരീക്ഷണത്തിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കേസ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടത് ആയതിനാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന കർശന വ്യവസ്ഥകളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സുഭാഷ് ജോർജ് മാനുവൽ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിലൂടെ 300 ഇരട്ടി വരെ ലാഭം കൊയ്യാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെന്നാണ് പരാതി. പരാതിക്കാരിയെയും ഭർത്താവിനെയും മകനെയും പ്രലോഭിപ്പിച്ച് തന്ത്രപൂർവ്വം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ബി ഇന്റർനാഷണൽ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യിക്കുകയായിരുന്നു. 2020 മുതൽ 2023 വരെയുള്ള കാലയളവിൽ 99,04,030 രൂപയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തത്. ഇയാൾ 10 ദിവസത്തിനകം രാവിലെ 9 മണിക്കും 10-നും ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി കീഴടങ്ങണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ശേഷം ആവശ്യമെങ്കിൽ 25,000 രൂപയുടെ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള 2 ആൾജാമ്യത്തിലും പ്രതിയെ വിട്ടയക്കാവുന്നതാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാവുകയും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സാക്ഷികളെയോ പരാതിക്കാരെയോ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുതെന്നും ജാമ്യ കാലയളവിൽ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്നുമാണ് ഉത്തരവ്. അതേസമയം പരാതിക്കാരായ നിക്ഷേപകരെ ഭയപ്പെടുത്താനായി കോടികളുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇയാൾ നിരവധി വക്കീൽ നോട്ടീസുകൾ അവർക്ക് അയച്ചിട്ടുണ്ട്. പരാതികൾ പിൻവലിപ്പിക്കാനും പരാതിക്കാരുടെ അഭിഭാഷകനെ സ്വാധീനിച്ച് പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നതായി UK-യിൽ ഇയാളുടെ തട്ടിപ്പിനിരയായ മലയാളി പറയുന്നു. UK പോലീസിനെയും കേരള പോലീസിനെയും ഉപയോഗിച്ച് കള്ളക്കേസ് എടുപ്പിക്കാൻ ശ്രമമുണ്ടായെന്നും പറയുന്നു. മുൻപ് എറണാകുളത്ത് എളംകുളത്തെ വീട്ടിൽ സുഭാഷിനെ കാണാൻ ശ്രമിച്ച നിക്ഷേപകരെ ഇയാളും സഹോദരനും ചേർന്ന് മർദ്ദിച്ചെന്ന പരാതിയിൽ എറണാകുളം ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഇയാളെ അന്വേഷിച്ച് പോലീസ് എത്തിയെങ്കിലും സുഭാഷ് വിദേശത്തേക്ക് കടന്നിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഗൾഫിലും മാത്രമല്ല പാകിസ്ഥാനിലും ശ്രീലങ്കയിലുമുള്ള നിരവധി പേര് ഇയാളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട്. ഇതിനകം നിരവധി പരാതികൾ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾ സുഭാഷ് തട്ടിച്ചെടുത്തെന്നും പരാതിക്കാർ ആരോപിക്കുന്നു.